ഇന്ന് നമ്മളുടെ വ്ളോഗിന്റെ ടോപ്പിക് എന്ന് പറയുന്നത് വ്ളോഗിന്റെ ടോപ്പിക് ഒന്നുമില്ല, ഞാൻ വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ ഒരു സാധനത്തെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഞാൻ കേട്ടിട്ട് മാത്രമുള്ളൊരു സാധനം, ഞാൻ വെറുതെ പേര് മാത്രം കേട്ടിട്ടുള്ളൊരു സാധനം ഇതാ ഇന്ന് എൻ്റെ കൈകളിലുണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെൻ്റെ പുത്തൻ റൈബാൻ ഗ്ലാസ് ആണെന്ന്. അല്ല, ഇതെൻ്റെ പുത്തൻ റൈബാൻ ഗ്ലാസ് അല്ല, ഇത് അജിൻ സാറിൻ്റെ റൈബാൻ മെറ്റാ ഗ്ലാസ്. അതൊക്കെ ഇപ്പൊ അനു പറയും. ഈ ഗ്ലാസ് വെറും ഗ്ലാസ് അല്ല, മറ്റേ മൊബൈലിലെ സിനിമയിലൊക്കെ പറയുന്ന പോലെ ഈ ഗ്ലാസ് വെച്ചാൽ എനിക്ക് പലതും കാണാൻ പറ്റും. അങ്ങനെ ഒരു കണ്ണാടി ഇവിടെ ഇല്ലല്ലോ, ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടായിരുന്നേ പിന്നെ എന്തൊക്കെ നടന്നേനെ. പലതും ചെയ്യാൻ പറ്റും. അതെന്താണെന്ന് എനിക്കറിയില്ല. അനു പറഞ്ഞു തരൂ, മെറ്റാ ഗ്ലാസിനെ കുറിച്ച് പറഞ്ഞു തരൂ. ഈ ഗ്ലാസ് എങ്ങനെ ബ്ലൂ സ്റ്റീക്കിൽ വന്നു, എന്താണ് പരിപാടി? മെറ്റാ ഗ്ലാസ് ഇതുണ്ട്, ലൈറ്റ് കത്തും ഗൈസ്. ഇത് വെറും ഒരു ഗ്ലാസ് അല്ല, ഈ ഗ്ലാസ് ഈ പെട്ടിയിൽ തന്നെ ലൈറ്റ് കത്തും ഗൈസ്. ഈ റൈബാൻ മെറ്റാ ഗ്ലാസ് നമ്മൾ പ്രസന്റ് ചെയ്തത് നമ്മുടെ പെർഫോമർ ഓഫ് ദ ഇയർ അജിൻ മഹാൻ പരമേശ്വരൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ബേസിക്കലി മെറ്റാ ഗ്ലാസ് യൂസ് ചെയ്യുന്നത് നമുക്ക് വ്ളോഗേഴ്സിനും പിക്ചർ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് എന്ന് അല്ല. നമുക്കൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെറ്റയിലുള്ള എല്ലാ കാര്യം അനലൈസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാണ് ഈ ഒരു ഗ്ലാസ് വെച്ചുകൊണ്ട് തന്നെ. ആൻഡ് ബെറ്റർ തിങ് ഒബ്വിയസ്ലി വ്ളോഗേഴ്സിനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇത് വേണ്ടത്. സോ വി ഹാവ് ഇറ്റ്. ബ്ലൂ സ്റ്റിക്ക് ഹാവ് മെറ്റാ ഗ്ലാസ്. എനിക്ക് ഇതിനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല, എങ്കിലും എന്റെ അറിവ് വെച്ച് ഞാൻ സാധനം കാണിച്ചു തരാം. എവിടെ കൊണ്ടുപോകും? ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. ഒരു പ്രോംപ്റ്റ് ഞാൻ പറയും. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ ക്യാമറമാരുടെ ഫോട്ടോ എടുക്കാം. ഹേയ് മെറ്റാ, ടേക്ക് എ ഫോട്ടോ. ഇനി ഇവരുടെ ഫോട്ടോ എടുക്കാം. ഹേയ് മെറ്റാ, ടേക്ക് എ ഫോട്ടോ. ഹേയ് മെറ്റാ, ടേക്ക് എ വീഡിയോ. നിങ്ങൾക്ക് ഇത് അറിയത്തില്ല, ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. അങ്ങനെ അഭിനയിക്ക്. ഞാൻ ഇങ്ങനെ നിൽക്കാം, അപ്പൊ നിങ്ങൾ ഓക്കെ എന്നെ വിളിക്കും. ഹായ് റോഹൻ, ഞാൻ ഇത് ചൊല്ലിയാവണം. ഗൈസ്, ഗ്ലാസ് പൊട്ടിയിട്ട് ലൈവ് വീഡിയോ ആണ് മെറ്റാ ഗ്ലാസിൽ കൂടെ കിട്ടിയിരിക്കുന്നത്. അയ്യോ, ഇത് മാത്രമേ തരാവുള്ളൂ. ഗൈസ്, ഇതാണ് ഈ മെറ്റാ ഗ്ലാസിന്റെ പ്രത്യേകത. ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഇപ്പൊ തന്നെ സിദ്ധാർത്ഥ ഈ ചില്ലുംകുപ്പി താഴെ വീണ് പൊട്ടിച്ചു. ഇനി തെളിവില്ലല്ലോ. സിദ്ധാർത്ഥ പറയുകയാണ് പൊട്ടിയിട്ടില്ല, സിദ്ധാർത്ഥ ഇല്ലാണ്, കാര്യം പറയുന്നു ആണെന്ന്. മെറ്റാ ഗ്ലാസ് തെളിവുണ്ട്. ജെയ്സൺ സിദ്ധാർത്ഥിന് എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇത് ക്രിക്കറ്റ് കളിയുമ്പോൾ തേടമ്പയറായി യൂസ് ചെയ്യാം. ആരാണ് ചില്ലുകുപ്പി വാട്ടർ ബോട്ടിലായി യൂസ് ചെയ്യുന്നത്? എന്താണ് അതിന്റെ ഉപയോഗം? എനിക്ക് പ്ലാസ്റ്റിക് കുപ്പിയിൽ വെള്ളം കുടിക്കാൻ പറ്റത്തില്ല, എന്താ ഗ്ലാസ്സിലൊക്കെ കുടിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ വീട്ടില് വെള്ളമാണെങ്കിലും സ്റ്റീൽ ഗ്ലാസ്സിലല്ല, മറ്റേ കുപ്പി ഗ്ലാസ്സിലാണ് കുടിക്കാറുള്ളത്. അപ്പൊ അങ്ങനെ ശീലിച്ചോണ്ടാണ് നിങ്ങൾ കുടിക്കാൻ വിചാരിച്ചത്. ആഞ്ജനേയ സ്വാമി. ഇതെന്താണെന്നറിയാമോ? അല്ല, ഇതിന്റെ പുതിയ റൈബൻ മെറ്റാ ഗ്ലാസ്. Hey Meta, take a photo. Hey Meta, start recording. വിപിൻ, എന്തെങ്കിലും കള്ളം പറ എന്നോട്. നീ പറഞ്ഞ കള്ളം എൻ്റെ കയ്യിൽ സേഫ് ആയിട്ടുണ്ട്. പക്ഷെ നിനക്ക് കാണാൻ പറ്റില്ല, എനിക്ക് കാണാൻ പറ്റും. ബിബിൻ, ബ്ലൂ സ്റ്റീക്കിനെ പറ്റി എന്താ അഭിപ്രായം? നല്ലൊരു കമ്പനിയാണ്. പിന്നെ നിനക്ക് ബ്ലൂ സ്റ്റീക്കിനെ പറ്റി എന്തെങ്കിലും മോശം അഭിപ്രായം ഉണ്ടോ? ഒന്നുമില്ലല്ലോ, എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഞാൻ. എൻ്റെ എൽസനെയും ജെയ്സനെയും കാണിക്കും. ഞാൻ തന്നെയാണ്, പേടിക്കണ്ട. അറിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? എന്ത് പണിയാണ്? ചാറ്റ് ജിപിടിയിൽ നോക്കി കെന്നമിന് കണ്ടന്റ് ഉണ്ടാക്കുന്നു.
സ്റ്റാർട്ട് റെക്കോർഡിംഗ്. ദുർഗ ഇതിനെ പറ്റി 2 വാക്ക്. നീ തിരിച്ചു വരുന്ന വിചാരിച്ചില്ല, വളരെ മോശമായി. ആക്ച്വലി ദുർഗ ലവ്സ് മീ, ബട്ട് അവൾക്കൊന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾക്ക് അതിനുള്ള ബന്ധം അതാണ്. ഈ മെറ്റാ ക്ലാസ്സിന്റെ ഓണറാണ് നമ്മളോട്. ഒന്ന് വെയിലത്ത് പോകുമ്പോൾ വെക്കാം, അതൊരു നല്ലൊരു ഫീച്ചറാണ്. അത് സൺഗ്ലാസ് വെക്കാല്ലേ? ഇത് ആക്ച്വലി സൺഗ്ലാസ് ആണ്. ആണ്, ആ. അതിന്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ പാട്ട് കേട്ടോണ്ട് പോകാം. ഇനി നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോയി എന്തെങ്കിലും ഒരു സ്ഥലം കാണുമ്പോൾ, ഉദാഹരണത്തിന് ഒരു ബിൽഡിംഗ് കണ്ടു, ഇപ്പോൾ എന്താ പറയുക, ഒരു അമ്പലം, അതിന്റെ ഹിസ്റ്ററി അറിയണമെങ്കിൽ ഇത് വെച്ചിട്ട് നിങ്ങൾ ചോദിച്ചാൽ മതി. ഞാനിപ്പോൾ എന്താ കാണുന്നത്, ഇതിന്റെ റിലവൻസ് എന്താ, ഹിസ്റ്ററി എന്താ, കാര്യങ്ങൾ ചോദിച്ചാൽ ഈസി ആയിട്ട് ഇത് പറഞ്ഞു തരും. പെട്ടെന്നൊരു ഫോട്ടോ ക്യാപ്ചർ ചെയ്യാമെങ്കിൽ പിന്നെ ഒറ്റയ്ക്കൊക്കെ ഇരിക്കുന്ന ആളാണെങ്കിൽ എനിക്ക് സംസാരിക്കാം. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇതുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഇങ്ങനെ ഇൻട്രസ്റ്റ് കേരളത്തിൽ നടക്കുവാണെങ്കിൽ എന്താവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിനോട് ചോദിക്കും. വാവ്, അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാറുണ്ട്. മെഡിക്കൽ പിന്നെ പാട്ട് കേൾക്കാം. പാട്ട് നമുക്ക് വെച്ച് അടുത്തിരിക്കുന്നവനും കേൾക്കാം. അങ്ങനെ ഒരു ഉപകാരമുണ്ട്. ബഡ്സ് ഷെയർ ചെയ്യേണ്ട നല്ല കാര്യമൊന്നുമില്ല, എല്ലാവർക്കും കേൾക്കാം. ഇതൊക്കെയാണ് മേജറായിട്ടുള്ള ഒരു ഇത്. പിന്നെ ഏറ്റവും വലിയൊരു ഇതെന്താണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ ഗ്ലാസ് വെച്ചിട്ട് ഹേ മെറ്റ സെൻഡ് വോയിസ് നോട്ട് ടു ഏതെങ്കിലും ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ അയച്ചോളൂ, വാട്സപ്പിലേക്ക് അയച്ചോളൂ. നമ്മൾ വാട്സപ്പ് വൺസ് കണക്റ്റഡ് ആണ്. അത് ഈ വർക്ക് ചെയ്യുന്നതിനിടയ്ക്കൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. പറഞ്ഞാൽ മതി. എനിക്കിപ്പോൾ നിന്നോടൊന്നും പറയുകയാണെങ്കിൽ സെൻഡ് വോയിസ് നോട്ട് ടു റോഹൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെസ്സേജ് വിളിച്ചോളൂ, റെക്കോർഡ് ചെയ്ത് അയക്കണമെന്ന് ചോദിക്കും പറ്റാ, ഓക്കെ അയച്ചോളൂ എന്ന് പറഞ്ഞാൽ സംഭവം സെറ്റ്. ഇത്രയാണ് എൻ്റെ ഒരു യൂസ് കേസസ്. ഇത്രയാണ്. ആൻറ്റി എന്ത് ചെയ്യുന്നു?